എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ. ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു DC ബുക്കും ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല, ചുമതല കൊടുത്തിട്ടില്ല. ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെയാണ് കാണുന്നത്. എഴുതാൻ കൊടുത്ത ആളുകളോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെ ചോർന്നിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടുണ്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ സാധാരണഗതിയിൽ വിശ്വസിക്കാവുന്ന ആളാണ്, പത്രപ്രവർത്തകരാണ്. ഇന്നവരങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അത് അദ്ദേഹത്തോട് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DC ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നൈദർ വി ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളിതിൻ്റെ അകത്ത് ഇതൊരു പബ്ലിക് ഫിഗറും അല്ല, മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. ഇല്ല, യാതൊരു യാഥാർത്ഥ്യമില്ല. നമ്മുടെ പാർട്ടി ചോദിച്ചില്ല, ഇനി ഏത് പാർട്ടിയാണ് ചോദിച്ചെന്ന് എനിക്കറിയില്ല. നമ്മൾ CPM ചോദിച്ചിട്ടില്ല. എന്തിനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ തന്നെ ഞാനത് വ്യക്തമാക്കി. അതിൻ്റെ അപ്പുറത്ത് ഇനിയിപ്പം കിടക്കുന്ന പ്രശ്നമില്ല. എന്തിനാണ് വിശദീകരണം ചോദിക്കേണ്ട കാര്യം? ഇന്നലെ ഇത് പുറത്തു വന്നത്, ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് VD സതീശന്റെ കൂടി ഉപദേശത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ, അതിന്റെ ഉള്ളടക്കം അകക്കാമ്പ് നിഷേധിക്കാൻ EP-ക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് അർഹതപ്പെട്ട പാർട്ടി സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് നിഷേധിച്ചു. EP-യെ പോലെ ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിക്കുകയും അദ്ദേഹം UDF പോലുള്ള മതേതര ജനാധിപത്യ സംവിധാനവുമായി സഹകരിക്കാൻ തയ്യാറാകുകയും ചെയ്തു. ഞങ്ങൾ ആലോചിക്കും, അതിലെന്താ സംശയം? നമസ്കാരം. കട്ടൻചായ പരിപ്പുവട ആത്മകഥാ വിവാദത്തിന് ശേഷം പാലക്കാട്ടെത്തി EP ജയരാജൻ LDF സ്ഥാനാർത്ഥി P സരിനെ വാനോണം പുകഴ്ത്തി വോട്ട് ചോദിക്കുന്നു. ആത്മകഥ വോട്ടെടുപ്പ് ദിവസം ചോർന്നതിന് പിന്നിൽ UDF ആകാം എന്ന സംശയം ജയരാജൻ ഉന്നയിക്കുമ്പോൾ തന്നെ BJP സംസ്ഥാന അധ്യക്ഷന് അതിന് പിന്നിൽ VD സതീശനാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ആത്മകഥ വിവാദം DCയുടെ തലവൻ രവി DC അതിൽ കമന്റ് ചെയ്യാനേ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പബ്ലിക് ഫിഗറിനെ ബഹുമാനിക്കുന്നു എന്നതുകൊണ്ട് അതിൽ കമന്റ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടിക്ക് ഇതിൽ പ്രത്യേകിച്ച് നിലപാടില്ല. EP ജയരാജൻ പറഞ്ഞത് തന്നെയാണ്, ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യഥാർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസത്തെ ഈ വിവാദത്തിന് പിന്നിൽ എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് രാജു P നായർ, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, BJP വക്താവ് ഷാജി രാഘവൻ എന്നിവർ. ആദ്യം രാജു P നായർ. രാജു, ഇവിടെ BJP ആരോപിക്കുന്നു ഇതിന് പിന്നിൽ VD സതീശന്റെ ഉപദേശമാണെന്ന്. തൊട്ടു പിന്നാലെ MM ഹസൻ പറയുന്നു അദ്ദേഹം പാർട്ടി വിട്ടു വന്നാൽ ഞങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന്. അപ്പോൾ ഈ തിരക്കഥയ്ക്ക് പിന്നിൽ നിങ്ങളാണെന്നാണ് നിലവിലെ ആരോപണം. സുരേന്ദ്രൻ പറയുന്ന പ്രസ്താവനയ്ക്കൊക്കെ മറുപടി പറയാൻ എൻ്റെ ഒരു നിലവാരത്തിന് ചേർന്നതല്ല. കാര്യം ശരി, പുള്ളി BJPയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആവും. പക്ഷെ ഞാൻ വല്ല കാമ്പുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സുരേന്ദ്രനെയൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നിലവാരത്തിന് ചേർന്നതല്ലാത്തതുകൊണ്ട് തൽക്കാലം അതിൽ മറുപടി പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ EP ജയരാജൻ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ CPMൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ചർച്ചയിലുണ്ടായിരുന്നപ്പോൾ ഈ പറയുന്ന CPM ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കാരണം എത്രമാത്രം ആ പാർട്ടി പ്രതിരോധത്തിലാണെന്നുള്ളതിൻ്റെ വ്യാപ്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ PP ദിവ്യയുടെ വിഷയത്തിൽ പങ്കെടുത്തിരുന്നില്ല, RSSും ADGP അജിത് കുമാറും തമ്മിലുള്ള കൂടിക്കാഴ്ച വിഷയത്തിൽ പങ്കെടുത്തിരുന്നില്ല, തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ വിഷയത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന വെച്ചാൽ CPM അതിനകത്ത് പ്രതിരോധത്തിലായിരുന്നു. രാഷ്ട്രീയമായി CPM അതിനകത്ത് വലിയ വില കൊടുക്കേണ്ടി വന്ന കാര്യങ്ങളാണ്. CPMന് ആ ആരോപണങ്ങളിൽ സത്യമുണ്ടായിരുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയിലും CPM പങ്കെടുക്കുന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് പാർട്ടി സെക്രട്ടറിയും EP ജയരാജനെ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും പൊതുജനങ്ങളോട് CPMന്റെ നിലപാട് പറയാൻ പറ്റുന്നില്ല, അതിന് വിശ്വാസ്യതയില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്നത് കൊണ്ടാണ് അവർ ചർച്ചകളിൽ പങ്കെടുക്കാത്തത്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നേരത്തെ ഒരു ചർച്ചയിലും പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൻ്റെ ഒരു ഗൂഢാലോചന പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, EP ജയരാജൻ ആത്മകഥ എഴുതിയ ഏതെങ്കിലും പലചരക്ക് കടയിലെ പറ്റുപുസ്തകത്തിലായിരുന്നോ? അല്ല, ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ ഇത് കിട്ടാനായിട്ട് ഏതെങ്കിലും പലചരക്ക് കടയിലെ പറ്റുപുസ്തകത്തിനകത്ത് എഴുതി വെച്ചതാണെങ്കിൽ ചിലപ്പോൾ വന്നവരും പോയവരൊക്കെ വായിച്ചെടുത്ത് പുറത്തു കൊടുത്തിട്ടുണ്ടാവും.
ഞാൻ ചോദിക്കട്ടെ നിഷാൻ, നമ്മൾ നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടത്? CPM അത് പറയാൻ സാധിക്കുന്നില്ല. ഒരു DC ബുക്സിനെ പോലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സ്ഥാപനം DC ബുക്സ് അത്തരത്തിലൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ, കാരണം അത് ഈ പറയുന്ന വിവാദം ഉണ്ടാകുന്നതിന് 12 മണിക്കൂർ മുമ്പ് രാത്രി 9 മണിക്ക് EP ജയരാജന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ടാഗ് ചെയ്തുകൊണ്ട് നാളെ രാവിലെ 10 മണിക്ക് ഇതിന്റെ പ്രസാദനം നടക്കുമെന്നും അത് സ്റ്റോറുകളിൽ ഉണ്ടാവുമെന്നും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ 8:30 മണിയാകുമ്പോഴാണ് വിവാദം ഉണ്ടാകുന്നത്. അപ്പോൾ 12 മണിക്കൂറോളം ഏകദേശം സമയം EP ജയരാജന്റെ ശരിക്കുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ ടാഗ് ചെയ്തിട്ട് പോലും പ്രതികരിച്ചില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇനി അങ്ങനെ ഒരു പ്രസിദ്ധീകരണം, ആത്മകഥ, ഒരു വായുവിൽ നിന്നൊരു ആത്മകഥ ഉണ്ടാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? DC ബുക്സിനെ പോലൊരു സ്ഥാപനത്തിന്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് റിപ്പോർട്ടറിലെ ചർച്ചയായിരുന്നു. അതിൽ ശ്രീ ജയേന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരു CPMന്റെ പ്രോക്സി വന്നിരുന്ന് പുള്ളി പറഞ്ഞു, ഞാനിപ്പോൾ മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. EP ജയരാജൻ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അവതാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ പറഞ്ഞിരിക്കുന്നതിൽ ചില കൂട്ടിച്ചേർക്കലും ചില കുറവുകളും ഉണ്ട്, അതില്ലാതെ അത് പ്രസിദ്ധീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് DC ബുക്സിന് കൊടുത്തു എന്നുള്ളത് EP ജയരാജൻ ഇപ്പം തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് DC ബുക്സിനെ പോലൊരു സ്ഥാപനം ഇതിന്റെ വരുംവരായികൾ ഒന്നും ചിന്തിക്കാതെ EP ജയരാജനെ പോലെ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു നേതാവിനെ സ്ഫോടനാത്മകമായ കണ്ടന്റുകളുള്ള ഒരു പുസ്തകം തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പ്രസിദ്ധീകരിക്കുന്നത് നമ്മളോട് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? EP ജയരാജൻ ഒരു 100 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്താൽ DC ബുക്സ് അത് കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഇത്രയും വിവാദമുണ്ടായിട്ടും DC ബുക്സ് ആ പ്രസാദനം നീട്ടിവെച്ചു. ആ നീട്ടിവെച്ചതിലും പറഞ്ഞതെന്താ? ഇപ്പൊ ശ്രീ രവി DC പറഞ്ഞതെന്താ? ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കണ്ടന്റിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, പുറത്തു വന്നതിനെ നിഷേധിക്കുന്നില്ല. ആ കണ്ടന്റ് എന്താണെന്ന് ബുക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഇതിനകത്തുള്ള മുഴുവൻ രേഖകൾ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഈ മാതൃഭൂമിയായിട്ട് സംസാരിച്ചു, DC ആയിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. ഒരു ആത്മകഥ മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഈ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തതിന് ശേഷമാണോ അവർ സംസാരിക്കുന്നത്? അല്ലല്ലോ. ആത്മകഥ എഴുതാൻ തീരുമാനിക്കുകയും അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്ത ഒരു MOU ഉണ്ടാക്കും. ആ MOU ഉണ്ടാക്കിയതിന് ശേഷം മാത്രമല്ല ഇതിന്റെ പ്രസാദനത്തിലേക്കോ DTP ഒറിജിനൽ ഇത് കൊടുത്ത് DTPയിലേക്ക് പോലും കടക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് 10,000 ബുക്കുകൾ അടിച്ചു വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാവിലെ 10 മണിക്ക് സ്റ്റോറുകളിൽ വരേണ്ടതായിരുന്നു. അത്രമാത്രം റിസ്ക് ആർക്കു വേണ്ടി DC ബുക്ക് എടുക്കണം? EP ജയരാജന് 100 കോടി രൂപയുടെ നഷ്ടപരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ്സ് വയലേഷൻ വെച്ച് കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ DC ബുക്സ് സ്വന്തം വിശ്വാസത്തെയും സ്വന്തം ബിസിനസ്സിനെയും എല്ലാം വില കൊടുത്തുകൊണ്ട് ഏത് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളികളാവാൻ ഇവർക്ക് എന്താ കാര്യം? എന്ത് കാര്യം ഇരിക്കുന്നു? അതുകൊണ്ടല്ലേ ഇപ്പൊ മറ്റേ മിഥുനം സിനിമയിൽ ഇന്നസെന്റ് തേങ്ങ ഉടയ്ക്കുമ്പോഴും ഇങ്ങനെ കൈകെട്ടി ഇരിക്കുന്ന പോലെ DC ബുക്സ് കൈകെട്ടി നിൽക്കുകയാണ്. ഞങ്ങൾ പറയാം, കഴിയട്ടെ, 20 കഴിയട്ടെ. ഇല്ലേ, 20 കഴിഞ്ഞാൽ EP ജയരാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തിരുത്തി പറയും. ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ, ഇത് കൃത്യമായി EP ജയരാജന്റെ പദ്ധതിയായിരുന്നു. EP ജയരാജൻ 20 ഈ തെരഞ്ഞെടുപ്പ് ദിവസം നടക്കുന്ന അന്ന് രാവിലെ ഈ ചർച്ച വഴങ്ങണമെന്നുള്ളത് EP ജയരാജന്റെ നിർബന്ധ ബുദ്ധിയായിരുന്നു. പാർട്ടിക്കകത്തുള്ള അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ശ്രീ രാജു പി നായർ. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, തന്റെ ആത്മകഥയ്ക്ക് പരിപ്പുവടയും കട്ടൻ ചായയും എന്നൊക്കെ പേരിടുവോ ഞാൻ? കാരണം അദ്ദേഹത്തെ അപഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. അങ്ങനെ അദ്ദേഹം പേരിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹം എന്തു പേരിട്ടു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് ശേഖരത്തിലുള്ള ഫോട്ടോ അതിന്റെ കവർ പേജായി വന്നു എന്നുള്ളതും എല്ലാവരും നിൽക്കുകയല്ലേ. അദ്ദേഹത്തിന് എന്തു പറയാലോ? ഞാൻ ചോദിക്കട്ടെ, പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ നിഷ്കളങ്കനായ EP ജയരാജൻ എന്താ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അതിനുശേഷം പിന്നെ മാറ്റി പറഞ്ഞല്ലോ. നമ്മുടെ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബിസിനസ് ബന്ധത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ബന്ധമില്ല, ഉണ്ടെങ്കിൽ അത് VD സതീശൻ എഴുതി തന്നേക്കെന്നല്ലേ പറഞ്ഞത്. കമ്പനി രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ സൈറ്റിൽ പോയാൽ കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അദ്ദേഹം എന്തിനാ പറഞ്ഞത്? അപ്പോൾ ഇതെല്ലാം പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് EP ജയരാജൻ പ്രതിരോധത്തിലാക്കുകയാണ്. 2 അടി മുന്നോട്ട് വെക്കുന്നു, എന്നിട്ട് 1 അടി പിന്നോട്ട് വെക്കും. ഇന്ന് 1 അടി പിന്നോട്ട് വെച്ചു. ഇന്ന് 1 അടി പിന്നോട്ട് വെക്കുമ്പോൾ EP ജയരാജൻ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞു. EP ജയരാജൻ ഉദ്ദേശിച്ച കാര്യം നടന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത്. ഇന്നലെ രാവിലെ ആ തെരഞ്ഞെടുപ്പ് ദിവസം എങ്ങനെയാണോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട്
തിരഞ്ഞെടുപ്പ് ദിവസം അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ അതേ മാതൃകയിൽ ഇന്നലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നു. അത് ആ ഡാമേജ് നടത്തിയ പാർട്ടിക്ക് ഏൽക്കേണ്ട ഡാമേജ് നടന്നു കഴിഞ്ഞു. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രാത്രിക്ക് രാത്രി മറുകണ്ഠം ചാടുന്ന BJPയുടെ തിണ്ണയിൽ പോയി നിരങ്ങി ആ BJP ടിക്കറ്റ് കൊടുക്കാതെ അവസാനം CPMന് ടിക്കറ്റ് മേടിച്ചു വന്ന ആ സ്ഥാനാർത്ഥിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഡിസ്ക്രെഡിറ്റ് ചെയ്തു. ആ സ്ഥാനാർത്ഥിയോടുള്ള പ്രശ്നമല്ല, CPM പരാജയപ്പെടണം. കാരണം അറിയോ, EP ജയരാജന്റെ തോളിൽ ചവിട്ടി കെട്ടിപ്പൊക്കിയ സാമ്രാജ്യമാണ് പിണറായി വിജയന്റെ. ആ മനുഷ്യനെയാണ് ഫണ്ട് റൈസിങ്ങിന് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയത്. പക്ഷേ ആ സാമ്രാജ്യം, ഇന്നത്തെ സാമ്രാജ്യത്തിൽ മകനും മകളും മാത്രമേ ഉള്ളൂ, എനിക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുന്ന EP പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. MV രാഘവനും ഗൗരിയമ്മയ്ക്കും ഉൾപ്പെടെ കിട്ടാതിരിക്കുന്ന ആനുകൂല്യം എന്തുകൊണ്ട് തുടരെ 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 പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന EP ജയരാജന് കിട്ടുന്നു? കാരണം EP ജയരാജനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യത്തിൽ പിണറായി എത്തി നിൽക്കുകയാണ്. കാരണം തള്ളി പുറത്തേക്കിട്ടാൽ പിന്നെ പിണറായി വിജയന്റെ മുഴുവൻ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും അധോലോക ബന്ധങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം പുറത്തേക്ക് വിടും. അതുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് EP ജയരാജൻ ഉണ്ടാക്കുന്ന ഡാമേജിനെ മാനേജ് ചെയ്യാൻ ചെയ്തു പോകാൻ മാത്രം കഴിയുന്ന അവസ്ഥയിലേക്ക് CPM എത്തിയിരിക്കുന്നു. EP ജയരാജൻ വളരെ കൃത്യമായി, ഒരു സംശയവും വേണ്ട, വളരെ കൃത്യമായിട്ട് നടത്തിയിരിക്കുന്ന ഗെയിം പ്ലാൻ ആണ്. അതിൽ ഇന്ന് പറയുന്നത് സംഭവം ഒരടി പിന്നോട്ട് വയ്ക്കുന്നതാണ്. 20-ാം തീയതിക്ക് ശേഷം DC ബുക്സ് ഉൾപ്പെടെ ഈ മുഴുവൻ രേഖകളും പുറത്തേക്ക് വിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് DC ബുക്സിനകത്ത് വിശ്വാസ്യത കൂടും. DC ബുക്സിനെ സംബന്ധിച്ചോളം ഈ ഒരാഴ്ച എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചോളം സുവർണ കാലഘട്ടം. കാരണം ഈ ബുക്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും കൂടുതൽ പരസ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് DC ബുക്സിനെ സംബന്ധിച്ചോളം ഒരു നഷ്ടമില്ല. ആ ഒരാഴ്ച ചർച്ച ചെയ്യട്ടെ. ഒരാഴ്ച ചർച്ച ചെയ്യുമ്പോൾ തന്റെ ബുക്ക് കുറെ കൂടി നന്നായിട്ട് വിൽക്കാൻ സാധിക്കും. ശ്രീ M. ജയചന്ദ്രൻ, ഇന്ന് രവി DC പറയുന്നത് ഇതിൽ ഞങ്ങൾ കമന്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ വെറും ഫെസിലിറ്റേറ്റർ മാത്രമാണ്. പക്ഷേ കമന്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ മുഴുവൻ PDF പുറത്തു വന്നിരിക്കുകയാണ്. അവർ പ്രസിദ്ധീകരിക്കുമെന്ന് അനൗൺസ് ചെയ്ത, പിന്നീട് പോസ്റ്റ്പോൺ ചെയ്ത, അവരിപ്പോഴും അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല, അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ടേ ഉള്ളൂ. അതിന് മുഴുവൻ PDF പുറത്തു വന്നിട്ട് അവർക്ക് അതേക്കുറിച്ചൊരു പരാതിയില്ല. ഇതെങ്ങനെ പുറത്തു വന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ബാധ്യത തങ്ങൾക്കില്ല എന്ന് രവി DC പറയുന്നു. EP ജയരാജൻ എന്താണോ പറഞ്ഞത് അത് പാർട്ടി വിശ്വസിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു. ഈ വിവാദത്തിൽ ഈ പ്രസാധകരായ രവി DCക്കും CPMനും ഒരേ മനസ്സാണ്. അജിംസ ഒരു മിനിറ്റ് അതിനു മുമ്പ് ശ്രീ രാജു പി നായർ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള പ്രതികരണം ഒന്ന് പറയാൻ അനുവദിക്കണം. ഈ നമ്മുടെ സെഫോളജിയിൽ ധാരാളം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ സെഫോളജി എന്ന് പറഞ്ഞ ആ ഒരു സംഗതി, തെരഞ്ഞെടുപ്പ് വിശകലന ശാസ്ത്രം. അതിൽ എത്രയോ കാലമായിട്ട് തന്നെ ഇങ്ങനെ മാറി മാറി പലവിധ വിശകലനങ്ങൾ നടക്കുന്ന ഏറ്റവും ന്യൂക്ലിയസ് ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിലും ഒരു ജനതയും വോട്ടെടുപ്പിൻ്റെ അന്നല്ല അവരുടെ വിധി തീരുമാനിക്കുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ ഒഴികെ സാധാരണ സെഫോളജിയിൽ തന്നെയുള്ള എക്സ്പെരിമെൻ്റലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത് വോട്ടെടുപ്പിന് 15 ദിവസം മുമ്പ് ജനങ്ങൾ തീരുമാനിക്കും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നീട് അത് മാറുന്നത് ചില ഉദാഹരണം ഇന്ത്യയിൽ എക്സംഷൻസ് കാണിക്കുന്നത് പ്രധാനമായിട്ടും രാജീവ് ഗാന്ധിയുടെ മരണം 91 അത് ഉണ്ടായി. കേരളത്തിൽ നമുക്ക് അനുഭവമുള്ളതാണല്ലോ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത്. അങ്ങനെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ മാറാറുള്ളൂ. അല്ലെങ്കിൽ സെഫോളജിയിൽ പറയുന്നത് പോലെ തന്നെ വോട്ടെടുപ്പിന് 15 ദിവസം മുമ്പ് ജനവിധി എന്താണെന്നുള്ള ജനങ്ങൾ തീരുമാനിക്കും, വോട്ടർമാർ തീരുമാനിക്കും. പിന്നെ അത് മാറാറില്ല. അത് തന്നെയാണ് EP ജയരാജൻ ഏപ്രിൽ 26 പറഞ്ഞതുകൊണ്ടാണ് LDFന് തിരിച്ചടി ഉണ്ടായി എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്നലെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും നമ്മുടെ ചേലക്കരയിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ഈ വിവാദം വന്നതോടുകൂടി അവിടെ സംഗതി പ്രതികൂലമായി എന്ന് ഒട്ടും വിചാരിക്കാത്ത ആളാണ് ഞാൻ. കാരണം ഞാൻ ആ സെഫോളജിയിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ്, അത് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇതിൽ ഈ പ്രശ്നത്തിൽ അടിസ്ഥാനപരമായ അജിംസ പ്രശ്നം എന്താണെന്ന് അറിയുമോ? EP ജയരാജന് ഇങ്ങനൊരു പുസ്തകം എഴുതി ഞാൻ DC ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല. അങ്ങനെ കഴിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് CPMലെ സംഘടനാ ചട്ടക്കൂട് തന്നെയാണ്. അവിടുത്തെ സംഘടനാ ചട്ടപ്രകാരം EPക്ക് ഒരു പുസ്തകം എഴുതാം,
CPM-ൻ്റെ ഏത് പാർട്ടി മെമ്പർക്കും ഒരു പുസ്തകം എഴുതാം, അത് പ്രസിദ്ധീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. പക്ഷെ പ്രസിദ്ധീകരണത്തിന് മുമ്പ് രേഖാമൂലമുള്ള അനുമതി വാങ്ങിയിരിക്കണം എന്നുള്ളത് കടുകട്ടിയായിട്ടുള്ള പാർട്ടി ചട്ടമാണ്, സംഘടനാപരമായ ചട്ടം തന്നെയാണത്. അത് പാലിച്ചേ മതിയാവും. ഏറ്റവും ഒടുവിൽ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മാസം 26-ാം തീയതി കോഴിക്കോട് വെച്ച് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്ത P. ജയരാജൻ്റെ കേരളം ഇസ്ലാമിക രാഷ്ട്രം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തെ സംബന്ധിച്ചാണ്. അങ്ങനെ പാർട്ടിയുടെ അനുമതി വാങ്ങി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളല്ല EP ജയരാജൻ എന്ന് സമീപകാലത്ത് ചില വിവാദങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒന്ന്, പ്രകാശ് ജാവ്ദേക്കർ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടിയോട് ചോദിക്കട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചില്ല, വന്ന് കണ്ടു പോയി, അത് വിവാദമായി. വൈദേകം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ഏറ്റെടുത്തതും ഒന്നും പാർട്ടിയോട് ചോദിച്ചിട്ടല്ല ചെയ്തത്, അതും വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ പാർട്ടിയുടെ അനുമതിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് EP ജയരാജൻ എന്ന് സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ തെളിയിക്കുന്നില്ല. അല്ല, അത് ഇതുമായിട്ട് താരതമ്യമില്ല അജിംസേ. ഇത് പിന്നെ ഇദ്ദേഹത്തിന് പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നതിന് പാർട്ടിയുടെ മുൻകൂർ അനുമതിയൊന്നും വേണ്ട. അത് പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വൈദേകം റിസോർട്ടിൻ്റെ കാര്യത്തിനും സമാനമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻകൂട്ടി അനുമതിയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ പുസ്തക പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മേഖലയിലെ ഇടപെടൽ അങ്ങനെയല്ല എന്ന് മുൻകൂട്ടി തന്നെ EMSൻ്റെ കാലം മുതലേ ഉള്ള കീഴ്പ്പതിവാണത്. അതുതന്നെയാണ് നിലനിന്ന് പോരുന്നതും. ആരെഴുതിയാലും, ഒരു സാധാരണ പാർട്ടി മെമ്പർ എഴുതിയാലും അത് പാർട്ടി നേതൃത്വത്തിൻ്റെ, ആ പാർട്ടി അംഗത്തിൻ്റെ നേതൃത്വം എവിടെയാണോ അവിടെ ആ നേതൃത്വത്തിൻ്റെ അനുമതി വാങ്ങിച്ച്, രേഖാമൂലം അനുമതി വാങ്ങിച്ച ശേഷം പ്രതികരിക്കാൻ കഴിയൂ. ആ CPM-ൻ്റെ സംഘടനാ ചട്ടപ്രകാരം അങ്ങനെ ചെയ്യാൻ കഴിയൂ. EP അതിന് ഈ പുസ്തകം കൊടുത്തിട്ടില്ല, CPM സ്റ്റേറ്റ് കമ്മിറ്റി മുമ്പാകെ കൊടുത്തിട്ടില്ല. കാരണം അദ്ദേഹം ഇന്നലെ ഇന്നും പറഞ്ഞു ഞാനത് എഴുതി തീർന്നിട്ടില്ല. അപ്പോൾ ഇന്ന് പാലക്കാട് അദ്ദേഹം കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു എഴുതി തീർത്തല്ലേ കൊടുക്കാൻ കഴിയൂ എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുസ്തകം കൊടുത്ത് അനുമതി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു പ്രസാധകൻ അത് ഏൽപ്പിക്കാൻ കഴിയൂ, ഏത് പ്രസാധകനാണെങ്കിലും. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇവിടെ ഇന്നലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കോട്ടയം ഡേറ്റ് ലൈനിൽ ജയകൃഷ്ണൻ്റെ ബൈലൈനിലാണ് ആ സ്റ്റോറി വരുന്നത്, 1-ാം പേജിൽ. അത് പിന്നെ അങ്ങനൊരു സ്റ്റോറി കോട്ടയം ഡേറ്റ് ലൈനിൽ ജയകൃഷ്ണൻ്റെ ബൈലൈനിൽ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് EP തന്നെ പറയുന്നത് കോട്ടയത്തു നിന്നാണ് ചോർന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നുള്ളത് പ്രാഥമിക അന്വേഷണം നടത്തി വരികയാണ്. DGPയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കാതെ കോട്ടയം SP അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെയുണ്ട്. പക്ഷേ മറ്റൊരു വെർഷൻ വരുന്നത് എന്താണ്, ഇത് പിന്നെ EP ഇത്തരം കാര്യങ്ങളിലെല്ലാം നേരത്തെ സമീപിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചുമതല ഏൽപ്പിക്കുന്ന രഘുനാഥുണ്ട്, ദേശാമാനിലെ കണ്ണൂർ ബ്യൂറോയിൽ ബ്യൂറോ ചീഫായിട്ടുള്ള രഘുനാഥുണ്ട്. രഘുവിനെയാണത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രഘു മറ്റാരെങ്കിലും DTP ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവിടുന്ന് പോയിട്ടുണ്ടോ എന്നുള്ള സംശയം, അത്തരം സംശയം പ്രചരിക്കുന്നുണ്ട്. ഏതായാലും EP-ക്ക് നേരിട്ടത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പിന്നെ CPM-ന് അനുമതി കിട്ടാതെ EP-ക്ക് ഇത് കൊടുക്കാനേ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ എന്താണ്? അങ്ങനെ കൊടുത്താൽ സംഭവിക്കുന്നത്, ഇപ്പോൾ CPM-ൻ്റെ അനുവാദം വാങ്ങാതെ, താങ്കൾ ഈ പറഞ്ഞതുപോലെ മറ്റുദാഹരണങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ അനുവാദം വാങ്ങാതെ EP ഇങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അദ്ദേഹം നടപടി ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ ഏതായാലും EP ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എന്നെനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു നടപടി വാങ്ങിച്ചു വെക്കാൻ EP ഏതായാലും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണെങ്കിലും പാർട്ടി നേതൃത്വം പെട്ടെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ന് പാലക്കാട്ട് പോയി പ്രസംഗിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ. പക്ഷേ ഇതെങ്ങനെയാണ് പുറത്തു വന്നത് അതറിയണം, അത് അന്വേഷിക്കപ്പെടുകയും വേണം. ഏതായാലും EP കൊടുത്തിട്ട് പുറത്ത് വരുത്തി ഇന്നലെ ഒരു തകരാറുണ്ടാക്കി കളയാം എന്ന മോഹത്തിലാണ് ഇത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ആ ഒരു തീസിസ് ആൻറ്റി തീസിസാണ്. അത് പിന്നെ വർത്തമാന യാഥാർത്ഥ്യങ്ങളുമായിട്ട് കേരളത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അത് ആ സഫോളജിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ EP കൊടുത്തിട്ടില്ലാത്ത ഒരു PDF പ്രസിദ്ധീകരിക്കുമെന്ന് അനൗൺസ് ചെയ്യാൻ മാത്രം അൺപ്രൊഫഷണൽ ആണ് DC എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അൺപ്രൊഫഷണൽ ആണോ എന്നുള്ളത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. ആ ഭാഗം ഞാൻ പറഞ്ഞു തുടങ്ങുകയായിരുന്നു. DC-യുടെ മുമ്പിലുള്ള ഇഷ്യൂ എന്തായിരിക്കും എന്നുള്ള ഭാഗം ഞാൻ പറഞ്ഞു തുടങ്ങുകയായിരുന്നു അജിംസേ. എന്താണെന്നറിയാമോ, ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ വന്നു, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇതിൻ്റെ PDF ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ കേരളത്തിലുണ്ടാകുമോ? ഒരുമാതിരിപ്പെട്ട ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന അറിയുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഇതിൻ്റെ ഈ PDF ഉണ്ടാവും. അവരവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ അവരവരുടെ ഇലക്ട്രോണിക് ഡിവൈസസിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഇനി പ്രിൻ്റ് ചെയ്ത് പുറത്തു വന്നാൽ എന്താണ് ഇതിൻ്റെ പ്രയോജനം?
കച്ചവട നിലയിൽ നോക്കിയാൽ ഡി സിക്ക് എന്താണ് പ്രയോജനം? തിരിച്ചടിയല്ലേ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ പോലും അപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്യുമോ എന്നുള്ള വാദഗതി ഉയർത്താം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ വാദഗതിയും പരിശോധിച്ച് പോകേണ്ടവരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ വാദഗതി ഉയരേണ്ടതാണ്. അങ്ങനെ ഡി സി ആയിട്ട് അങ്ങനെ ഇറക്കുമോ? അപ്പം തിരിച്ച് അതേ സ്കെയിൽ തന്നെ അപ്പുറത്തും അപ്ലൈ ചെയ്യണം ഈ ഇ പിക്കും. കാരണം ഇ പി ഇപ്പോഴേ ഇത്രയും കാര്യങ്ങൾ പുറത്താക്കുകയും ഇത്രയും കാര്യങ്ങൾ വ്യാപകമായി സ്പ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്താൽ ഇ പിക്ക് അതുകൊണ്ട് എന്തെങ്കിലും എഡ്ജ് കിട്ടുമോ? അദ്ദേഹത്തിൻ്റെ പുസ്തകം ഷെൽഫിൽ നിന്ന് പോകുകയല്ലേ ഉള്ളൂ. അതല്ലല്ലോ ഇ പി ആഗ്രഹിക്കുന്നത്. ഇത്ര ഒരു വൈഡ് പബ്ലിസിറ്റി 1-2 ദിവസത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് തീർന്നല്ലോ. അപ്പോൾ ആ പബ്ലിസിറ്റി കൊണ്ട് മാത്രമല്ല, പുസ്തകം വിറ്റ് പോകുക എന്നുള്ളിടത്താണ് പിന്നെ രചയിതാവിനും പ്രസാധകനും കാര്യം അതാണ്. അപ്പോൾ ആ 2 നിലയ്ക്ക് നോക്കിയാൽ തങ്ങൾ അനൗൺസ് ചെയ്ത ഒരു പുസ്തകത്തിന്റെ പ്രകാശനം, ആ പ്രകാശനം നടക്കുന്ന ദിവസം തന്നെ അതിന്റെ PDF ലീക്കായിട്ട് ഡി സിക്ക് അതിലൊരു കംപ്ലൈന്റ് ഇല്ല. ഇത് ഡി സി പബ്ലിഷ് ചെയ്യാൻ പ്രഖ്യാപിച്ചിരിക്കെ, തന്റെ അനുമതി ഇല്ലാതെ പ്രഖ്യാപിച്ചിരിക്കെ EP ജയരാജൻ DGP കൊടുക്കുന്ന പരാതിയിൽ ഡി സിയെ കുറിച്ചും പരാമർശമില്ല. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് വക്കീൽ നോട്ടീസ് വേറെ അയച്ചിട്ടുണ്ടല്ലോ, താങ്കളത് കണ്ടില്ലേ? അല്ല, ഇതൊരു വലിയ ഗൂഢാലോചനയല്ലേ പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പറ്റി മോശം പരാമർശം അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ മോശം പരാമർശം അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF പ്രചരിച്ചിട്ട് അതൊരു ഗൂഢാലോചനയാണല്ലോ. അതൊരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം അത് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ കൃത്യമായും ക്രിമിനൽ കോൺസ്പിരസി ഉണ്ട്. ആ ക്രിമിനൽ കോൺസ്പിരസിയെ കുറിച്ച് ഒന്നും ഒരു അന്വേഷിക്കണം എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം DGP കൊടുത്ത പരാതി ഒന്ന് വായിച്ചു പോകണം. ഇത് മാധ്യമങ്ങളിൽ കണ്ടു, ഇത് മാധ്യമങ്ങളിൽ വന്ന് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. മാധ്യമങ്ങളിൽ വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നാണ്, അല്ലാതെ ഈ PDF ചോർന്നതിലെ ക്രിമിനൽ കോൺസ്പിരസി അന്വേഷിക്കണം അദ്ദേഹത്തിന് പരാതിയില്ല. അല്ല, അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലോ ജിംസെ. അദ്ദേഹം പാലക്കാട്ട് ഇന്ന് വാർത്താസമ്മേളനത്തിന് മറുപടി പറഞ്ഞല്ലോ. എൻ്റെ മൊഴിയെടുക്കുമല്ലോ, പരാതി കൊടുത്തത് ഞാനാണല്ലോ, എൻ്റെ മൊഴിയെടുക്കുമല്ലോ ഈ അന്വേഷക സംഘം. ആ മൊഴിയിൽ എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ പറയുമെന്ന്. എനിക്ക് സംശയമുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ പറയും. വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിലവിലെ അന്വേഷണത്തിൽ ഒരു കേസില്ല. ഇത് EP ജയരാജനെ പോലെ ഒരു മുൻമന്ത്രി മൊഴിയെടുക്കണമല്ലോ. കേസില്ല എന്നുള്ള വസ്തുത. പക്ഷേ അല്ല, ആയിക്കോട്ടെ. പക്ഷേ ഈ കേസ് പ്രാഥമിക അന്വേഷണം നടത്തുമ്പോഴും EP ജയരാജൻ എന്ന് പറയുന്ന ആളുടെ മൊഴിയെടുക്കണമല്ലോ പോലീസിന്. എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് പാലക്കാട്. അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി രാഘവൻ, ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും CPM-ന് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം വലിയ തിരിച്ചടിയാണ്. അവരുടെ ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ അവരുടെ സ്ഥാനാർത്ഥിയെ പറ്റി മോശം അഭിപ്രായം പറയുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി മോശം വീഴ്ചകളെ പറ്റി വിലയിരുത്തുക, അങ്ങനെ ഒരു സാധനം പുറത്തു വരിക എന്ന് പറഞ്ഞാൽ CPM-ന് തിരിച്ചടിയാണ്. പക്ഷെ അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ഈ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇന്ന് നോക്കൂ, നമ്മുടെ CPM-ലെ തന്നെ ഒരു മുതിർന്ന നേതാവ്, അത് കണ്ണൂരിൽ നിന്നുള്ള നേതാവ്, കേരളത്തിൽ CPM ഭരിക്കുക. അങ്ങനെയുള്ള ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇന്ന് കുറച്ച് ഭാഗം പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു പ്രത്യേകിച്ച് DC പോലെ അത്രയും പഴക്കമുള്ള ഒരു പുസ്തക പ്രസാധകർക്ക് ഇങ്ങനെയൊരു തീരുമാനമൊന്നും EP ജയരാജൻ്റെ അനുവാദം ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നില്ല. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നിപ്പം EP ജയരാജൻ പറയാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ എൻ്റെ പിന്നിൽ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെൻ്റെ ആത്മകഥയല്ല. പെട്ടെന്ന് ഓർമ്മ വരുന്ന മേലെപ്പറമ്പിൽ ആൺവീടെന്ന് പറഞ്ഞ് രാജസേനൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ ജഗതി ശ്രീകുമാർ പറയുന്നുണ്ട്, ഇതെൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയും. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ EP ജയരാജൻ. സത്യത്തിൽ ഇത് അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ കണ്ടൻറ്റ് വളരെ വസ്തുതാപരമായി ശരിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. EP ജയരാജൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയായിരിക്കുമ്പോൾ തന്നെ ഈ വെളിപ്പെടുത്തൽ അത് പുറത്തു വന്ന ദിവസം അതിൻ്റെ സമയം ഇത് വളരെ സംശയം ജനിപ്പിക്കുന്നതാണ്.
അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള ചർച്ച വരുമ്പോഴാണ് EP ജയരാജൻ പറയുന്നു ഞാൻ അതിൻ്റെ പിന്നിലില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞൊഴിയാം. പക്ഷേ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറേ, പ്രത്യേകിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എടുത്താൽ ഞങ്ങൾ ചില കാര്യങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ കേരളത്തിന് മുമ്പിൽ വെച്ചിരുന്നു. അതിലൊന്ന് എന്ന് പറയുന്നത്, പലപ്പോഴും ഇവിടെ മീഡിയ ഉൾപ്പെടെ, മീഡിയയിൽ കുറച്ച് വിഭാഗം അവരുൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിഭാഗം ഉൾപ്പെടെ അവരുടെ ഉള്ളിലെ വിഭാഗീയതയാണ്. പ്രത്യേകിച്ച് പാലക്കാട് അത് പുറത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ UDF ജയിക്കുന്നതിന് അനുകൂലമായ നിലപാടുകൾ കഴിഞ്ഞ കുറേ ദിവസമായി പല പ്രാവശ്യം കേരളത്തിലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. ഒരു കള്ളപ്പണ കേസ് വന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ഒരു ഹോട്ടലിലിരുന്ന് കള്ളപ്പണം, അതിൻ്റെ ഇടപാടുകൾ നടത്തുന്നുവെന്ന് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ട് കൂടിയും അതിൽ കൃത്യമായ ഒരു അന്വേഷണം ഇന്നും എത്തിയിട്ടില്ല. അവിടെ നടത്തിയ പോലീസ് റെയ്ഡ് പ്രഹസനമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ വളരെ കൃത്യമായി, അവിടെ തന്നെ നമുക്കറിയാം പാലക്കാട് CPM 2 വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഷയം വല്ല ഗൗരവത്തിൽ എടുക്കണ്ട എന്ന് പറയുന്ന CPM നേതാക്കൾ പാലക്കാടുണ്ടായിരുന്നു, വിശ്വാസിനെ പോലുള്ളവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ആരോപണം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്, ഇത് കേവലം EP ജയരാജൻ പറഞ്ഞ വസ്തുതകൾ വളരെ വസ്തുതാപരമായി വളരെ കൃത്യതയുണ്ടെങ്കിൽ കൂടിയും ഇത് ഈ കൃത്യമായി ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അതിൻ്റെ ഈവിൽ ഈ തരത്തിലുള്ള ഇത് പുറത്തുവിട്ട ഈ സാഹചര്യം, കൃത്യമായി ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്, പ്രതിപക്ഷ നേതാവിനുണ്ട്, തീർച്ചയായിട്ടും CPM ഒരു വിഭാഗത്തിൽ. ഷാജി രാഘവൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പറ്റി സംശയിച്ചുകൂടെ? നിങ്ങളുടെ ഉപദേശപ്രകാരമാണ്, BJP സംസ്ഥാന അധ്യക്ഷന്റെ ഉപദേശപ്രകാരമാണ് EP ജയരാജൻ ഈ PDF പുറത്തുവിട്ടത് എന്ന് കോൺഗ്രസിനെ ആരോപിച്ചുകൂടെ? നിങ്ങൾക്കും ഗുണകരമായ കാര്യമല്ലേ അങ്ങനെ ഒരു സാധനം പുറത്തു വരുന്നത്? അല്ല, അതിപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരോപിക്കാത്ത കാര്യത്തെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്യണ്ടല്ലോ. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല. ഇത് പുറത്തു തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും. അതുകൊണ്ട് VD സതീശന്റെ ഉപദേശപ്രകാരം EP ജയരാജൻ ചെയ്താണെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? EP ജയരാജനും VD സതീശനെ സഹായിക്കേണ്ട കാര്യം എന്താണ് ഇപ്പോൾ? അല്ല, ഇതൊന്നും UDF ഗുണപരമാകുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതൊന്നും UDF ഗുണപരമാകുമെന്ന് ചിന്തിക്കുന്നില്ല. UDF ഗുണപരമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം CPM മാധ്യമങ്ങളിലുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. നിങ്ങളുടെ എതിരാളിയാണല്ലോ CPM ഒരു പടലപ്പിണക്കം അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവിന്റെ വിയോജിപ്പ് ഇത് പുറത്തു വരുന്നത് നിങ്ങൾക്കും ഗുണകരമല്ലേ? അത് കോൺഗ്രസിന് മാത്രമായിട്ട് ഗുണമാവുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കേണ്ടി വരും, പറയേണ്ടി വരും. നമുക്കറിയാം, പാലക്കാട്ടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ടിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടൊരു 3 ആഴ്ച അല്ലെങ്കിൽ 10-25 ദിവസം കഷ്ടിച്ചായിട്ടുള്ളൂ. ആ ചരിത്രം പോലും ഈ ആത്മകഥയിലുണ്ട്. അപ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി വന്നെന്ന് വേണ്ടി നമുക്ക് പറയേണ്ടി വരില്ലേ? ആകെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ അതിനുള്ളിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, പാലക്കാട് ഇന്ന് ഇടതുപക്ഷം 3-ാം സ്ഥാനത്ത്. അവർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 3-ാം കക്ഷിയായിട്ടാണ് പാലക്കാട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അവർ വളരെ പിന്നിലാണ് BJP-യെക്കാളും. അപ്പോൾ കോൺഗ്രസും BJP-യും കഴിഞ്ഞ് അതിൻ്റെ വളരെ പിന്നിലാണ് അവിടെ ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കപ്പോൾ പടക്കം പൊട്ടിയത് CPM ഓഫീസിലാണ്. അവിടെ ആഹ്ലാദ പ്രകടനം നടന്നത് CPM ഓഫീസിലാണ്. ഇത് ഞങ്ങൾ അന്നേ കൊണ്ടുകൂടാണ് എന്ന് പരസ്യമായിട്ട് പറയാൻ പാലക്കാട് ബാലൻ പോലും തയ്യാറായിട്ടുണ്ട്. രാജരാഘവൻ, ഇത് പുറത്തു വന്നെങ്കിൽ ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ് ഇത് പുറത്തു വരുന്നത്. അവിടെ LDF UDF തമ്മിലാണല്ലോ മത്സരം, ആ രണ്ടിടത്തും. അതെ, അല്ല, ഞാൻ പറഞ്ഞല്ലോ, LDF വലിയ പടലപ്പിണക്കങ്ങളുണ്ട്, വലിയ ഗ്രൂപ്പ് പവറുകളുണ്ട്. അതിൻ്റെ ഏറ്റവും ഇപ്പം നമ്മുടെ EP ജയരാജൻ തന്നെ വസ്തുതാപരമായി ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു CPM ധാരാളമായിട്ടുണ്ട്. അത് ഈ കൃത്യമായ ദിവസം പുറത്തു വരുമ്പോൾ അതിൽ EP ജയരാജൻ്റെ ഇടപെടൽ എത്രയുണ്ടെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. പക്ഷേ CPM കോൺഗ്രസിലെയും പത്രമാധ്യമങ്ങളിലെയും ഒരു വിഭാഗം ആൾക്കാർ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. അതൊക്കെ ശരി. പക്ഷെ ഇത് VD സതീശന്റെ ഉപദേശപ്രകാരമാണെന്ന് സുരേന്ദ്രൻ പറയുന്നത് എന്തുകൊണ്ടാണ്? സുരേന്ദ്രൻ ഉപദേശിച്ചൂടെ? കാരണം ഇത് സുരേന്ദ്രനും BJP-ക്കും എല്ലാം ഗുണകരമായ കാര്യമല്ലേ? അതെ, അങ്ങനെ ഒരു ആരോപണം ഇല്ലല്ലോ. അജിംസിനെല്ലാം ഉള്ള ആരോപണം.
അങ്ങനെയല്ല. ഒരു ആരോപണം കേരളത്തിന് ഞങ്ങള് ഈ കാര്യത്തിൽ ഇത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പിന്നിൽ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ ആദ്യം നോക്കുക ആ സംഭവം നടന്നുകൊണ്ട് ആർക്കാണ് ഗുണം എന്നാണ്. ഒരു സംഭവം നടക്കുകയാണ്, അതിന് പിന്നിൽ ആരാണെന്ന് അറിയില്ല, അതിന്റെ ഗുണഭോക്താവ് ആരാണെന്ന് നോക്കിയിട്ടാണല്ലോ അതിന് പിന്നിൽ ആരാണെന്ന് നമ്മൾ കണ്ടെത്തുക. ഒരു കേവലമായ അന്വേഷണ ബുദ്ധി അങ്ങനെയല്ലേ? അല്ല, ഇ പി ജയരാജന്റെ ബുക്കിൽ സരിനെ പോലുള്ള ഒരാളിനെ അതിനെ പരാമർശിച്ച് ഒരു ആത്മകഥ പുറത്തു വരുമ്പോൾ അതിന്റെ ഗുണം ആർക്കാന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത്? പാലക്കാട് ആർക്ക് വേണ്ടിയിട്ട് അത് എഴുതുന്നുള്ളത് ആർക്കാ അറിയാത്തത്? LDFിലെ തന്നെ ഒരാൾ പറയുന്നു അവസരവാദിയാണെന്ന് സരിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം ആർക്കാ കിട്ടുന്നത്? സ്വാഭാവികമായോടെ ഇതാർക്കാ അറിയാത്തത്? അല്ല, അതേ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലേക്ക് വന്ന സരിന്റെ പേര് പോലും ആത്മകഥയിൽ വന്നത് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയില്ലേ? അതിഥികളിലെതിരെ ശ്രീ രാജു പി നായർ, MM ഹസൻ വളരെ പൊടുന്നനെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത്? അല്ല, അത് ഇ പി ജയരാജന് അത്തരത്തിലുള്ള എന്തെങ്കിലും CPM-യുമായി ബന്ധം ഏർപ്പെടുത്തി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഈ പറയുന്ന വർഗീയ പാർട്ടികളുടെ കൈക്കോടാലി ആവാൻ താല്പര്യമില്ലെങ്കിൽ കോൺഗ്രസിലേക്ക് ചിലപ്പോൾ അദ്ദേഹം വരുന്നത് അതൊരു സാഹചര്യമാണ്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് പറയാം. അതിപ്പോൾ പാർട്ടി തീരുമാനിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതിലൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ലല്ലോ. എന്തായാലും ഇ പി ജയരാജൻ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ. ഇന്നിപ്പോൾ പാലക്കാട് അദ്ദേഹം വരികയും ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും അല്ല വിഷയം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ BJP-യും CPM-ഉം ഈ കോപ്പിറൈറ്റ്സ് ആക്ടിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗൗരവവും അല്ലെങ്കിൽ ഇത്തരത്തിലുണ്ടാകുന്ന ഒരു CPM-ൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവിൻ്റെ പേരിൽ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ ഒന്നും ഗൗരവത്തിലെടുക്കാതെയാണ് ഈ പറയുന്ന ചർച്ച മുഴുവൻ നടത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇ പി ജയരാജൻ്റെ ഈ PDF ഫോർമാറ്റ് പുറത്തേക്ക് വന്നു. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നമാവില്ലേ? ഇ പി ജയരാജനും അതുപോലെ തന്നെ DC ബുക്സുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, ഒരാൾക്കും തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ നമ്മൾ ഇവർ പറയുന്നതിനപ്പുറം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണല്ലോ നമ്മൾ. അപ്പം അതിനകത്തില്ല അങ്ങനെ ഒരു ഡിസ്ക്ലോഷർ ക്ലോസ് എഗ്രിമെൻറ്റിനകത്തുണ്ടെങ്കിൽ അത് ഇ പി ജയരാജൻ ചെയ്താലും പുറത്തേക്ക് വിട്ടാലും DC ബുക്സിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി DC ബുക്സ് അത് പുറത്തു വിടുവോ? ഇല്ലല്ലോ. കാരണം അവരെ സംബന്ധിച്ചോളം ഒരാഴ്ചയോ 10 ദിവസമോ ഇത് നീട്ടിവെക്കുന്നത് അവരെ സംബന്ധിച്ചോളം വിപണനത്തിന് ഏറ്റവും മികച്ച ഒരു സമയമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു പൈസയും ചിലവാക്കാതെ DC ബുക്സ് ഒരു പൈസയും ചിലവാക്കാതെ നമ്മളെല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സ്വാഭാവികമായിട്ട് അതിൻ്റെ മൂല്യമല്ലേ വർദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമല്ലേ വർദ്ധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് DC ബുക്സിനെ സംബന്ധിച്ചോളം ഇത് വിൻ സിറ്റുവേഷനാണ്. അവർക്കൊരാഴ്ച നീട്ടിവെച്ചാൽ ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുകയാണ്, നിങ്ങളെന്താ ചായ്ക്കോ, നമുക്ക് യാതൊരു കുഴപ്പമില്ല, എന്തു വന്നാലും ഞങ്ങൾക്കാണ് ഗുണം എന്നുള്ളതാണ് DC ബുക്സിൻ്റെത്. ഇവിടെ ഇ പി ജയരാജൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇ പി ജയരാജൻ എഴുതിയിരിക്കുന്ന ഈ PDF ഫോർമാറ്റ്, ആ PDF ഫോർമാറ്റിനെ മുഴുവനായിട്ട് അദ്ദേഹം നിഷേധിച്ചിട്ടില്ലല്ലോ. അത് പുറത്തേക്ക് വിടുന്നതിന്റെ കാര്യം എന്താ? അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ സാധൂകരണത്തിന് വേണ്ടിയാണ്. ഇനി ആ PDF ഫോർമാറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കുക ജിംസേ. അത് പുറത്തു വന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, അതൊക്കെ അല്ല, അതാണല്ലോ അദ്ദേഹത്തിന് ഡിസോൺ ചെയ്യാൻ. അതെ, ഞാൻ എഴുതിയതല്ല, അത് അങ്ങനത്തെ ഒരു സാധനം ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കാറ്റഗോറിക്കലി പറയാൻ കഴിയുന്നില്ലല്ലോ. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് മുഴുവൻ ഇ പി ജയരാജൻ്റെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉൾപ്പെടെ അതിനകത്തുണ്ട്. അത് നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അപ്പം അത് പുറത്തു വരിക എന്നുള്ളതും ആ വിഷയം ഈ പാലക്കാട് ചർച്ചയാവുക എന്നുള്ളതും എല്ലാം ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയമാണ്. CPM-നെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം നഷ്ടപ്പെടുത്തുക എന്നുള്ള ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാഷോട് പറയുന്നുണ്ടായിരുന്നു, ഘടകവിരുദ്ധമല്ലേ പറയുന്നത്, എല്ലാം ഘടകവിരുദ്ധമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയുടെ അനുമതി മേടിച്ച് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് അവിടെ നിൽക്കട്ടെ. ഒരാൾ ആത്മകഥ എഴുതി കഴിഞ്ഞാൽ പാർട്ടിയുടെ അനുമതി മേടിക്കണം എന്ന് പറയുന്നത് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തു നിന്ന് ഒരു കാര്യവും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പി ജയരാജൻ എഴുതിയ കഥയുടെ മുഴുവൻ പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഇസ്ലാമികം പറഞ്ഞുകൊണ്ട് PDP-ക്കെതിരെയും അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയും പറഞ്ഞത് മുഴുവൻ പാർട്ടിയുടെ നിലപാടാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ജയേന്ദ്രൻ സാറ് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയല്ലല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയൻ എന്താ പറഞ്ഞത്? വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കുള്ള ഇതുണ്ട്, ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല, ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനത് അനുകൂലിക്കുന്നു എന്ന അർത്ഥമില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പം നിങ്ങൾ പാർട്ടിയുടെ അനുമതി കൊടുക്കുകയാണെങ്കിൽ, പാർട്ടി അനുമതി കൊടുത്ത് മാത്രമാണ് ഒരു കണ്ടന്റ് പുറത്തേക്ക് വരുവുള്ളൂ നിങ്ങൾ പറയുകയാണെങ്കിൽ, ജയരാജൻ എഴുതി വെച്ച ആ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നുള്ളത് നിങ്ങൾ തുറന്ന് സമ്മതിക്കണം.
അത് ചെയ്യുമോ? അത് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇ പി ജയരാജന് അത്തരത്തിലുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ചിന്ത പബ്ലിക്കേഷനെ കണ്ടാൽ പോരായിരുന്നോ? ചിന്ത പബ്ലിക്കേഷൻ അത്ര മോശമാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ചിന്ത പബ്ലിക്കേഷനെ പോലൊരു പ്രസ്ഥാനത്തിന് EMS ഉൾപ്പെടെയുള്ളവരുടെ ജീവചരിത്രം പ്രിന്റ് ചെയ്തിട്ടുള്ളവരാണ്, അവരെ സമീപിക്കാമായിരുന്നല്ലോ. അപ്പം ചിന്ത പബ്ലിക്കേഷൻ കൊടുത്താൽ താൻ പറയുന്ന കാര്യങ്ങൾ വരത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇ പി ജയരാജൻ അത് DC ബുക്സിന് കൊടുത്തത്. അങ്ങനെയൊക്കെ ഒരു കാഷ്വലായിട്ട് പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യങ്ങളാണോ അജിംസ ഇതെല്ലാം? ഇപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾക്കപ്പുറം പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ പ്രശ്നം? വെറുതെ ബ്രഷ് ചെയ്ത് കളയല്ലേ. ഇനിയിപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു, ആ വക്കീൽ നോട്ടീസിന് എന്ത് വാല്യൂ എന്താ ഉള്ളത്? ഞാൻ ചോദിച്ചല്ലേ, നേരത്തെ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ മുഴുവൻ അത് തിരിച്ചു പറയാൻ ഒരു മടിയും കാണിക്കാത്ത നേതാവാണ് ശ്രീ ജയേന്ദ്രൻ സാറ്. സെഫോളജിസ്റ്റിൻ്റെ ഇതേക്കുറിച്ച് പറഞ്ഞായിരുന്നു, അങ്ങ് ആദ്യം പോയി ക്ലാസ് എടുക്കേണ്ടത് VS അച്യുതാനന്ദനെ ആയിരുന്നു. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പോയി TP ചന്ദ്രശേഖരനെ കണ്ടുകൊണ്ട് രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും, പിണറായിയെ തകർക്കാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ പിണറായിക്ക് അതൊരു കൊട്ടുകൊടുക്കാൻ കഴിയും. അത് നടന്നോ ഇല്ലേ എന്നുള്ള വേറൊരു വിഷയം. ചെയ്തത് PS അച്യുതാനന്ദനായിരുന്നു. അങ്ങയുടെ സെഫോളജിസ്റ്റിൻ്റെ ആ അറിവൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ സമയമുണ്ടായിരുന്നു. ഇനി ഇ പി ജയരാജനെ പറഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെ ഇത്രമാത്രം ഇത് അന്നത്തെ ദിവസം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇ പി ജയരാജൻ അന്നത്തെ ദിവസം രാവിലെ വന്നിട്ട് ജാവേദ്കറിനെ കണ്ടതിനെ സമ്മതിക്കുമോ അജിംസെ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ജാവേദ്കറിനെ കണ്ടതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ പോകുന്ന മണ്ടനാണ് ഇ പി ജയരാജന്. അജിംസിന് അഭിപ്രായമുണ്ടോ? എനിക്കൊരു അഭിപ്രായമില്ല. CPMന്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി വരെ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായ ഇ പി ജയരാജൻ ഒരു മണ്ടനാണെന്നും അത്ര വലിയ നിഷ്കളങ്കനാണെന്നൊക്കെ ഈ ജയരാജന്മാരൊക്കെ അല്ലെ ഈ ജയേന്ദ്രൻ മാഷിനെ പോലെയുള്ളവരൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകുന്നതല്ല. ഇ പി ജയരാജൻ വളരെ കൃത്യമായി ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കേണ്ടടുത്ത് ആക്കുന്നുണ്ട്. MV ഗോവിന്ദൻ യാത്ര നടക്കുമ്പോൾ അതേസമയം വെണ്ണലയിൽ വന്ന് നേരത്തെ പറഞ്ഞ പാപിയെ കണ്ട് ഈ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ജയരാജനാ. സമയം എപ്പോഴാണ് അടിക്കേണ്ടതെന്ന് അറിയാത്ത ആളാണ് ജയരാജൻ തോന്നുന്നുണ്ടോ? തൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ MV ഗോവിന്ദൻ വരുമ്പോൾ അവിടെ നേരെ പോയി ഈ പാപിയെ കണ്ട ആളാണ് ജയരാജൻ അല്ലേ? അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് ഇന്ന് വന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നലെ തീരേണ്ടതായിരുന്നല്ലോ, ശരിക്കും നീട്ടിവെച്ചതല്ലേ? ഇത്രയും ദിവസം ഇ പി ജയരാജൻ എന്തുകൊണ്ട് പാലക്കാട് വന്നില്ല? ആ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. ഇ പി ജയരാജൻ P സരിനെ ഇന്ന് പറഞ്ഞ രീതിയിൽ പ്രശംസിക്കുകയാണെങ്കിൽ, ഈ പാർട്ടി ആത്മാർത്ഥമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് ഇ പി ജയരാജൻ പാലക്കാട് പ്രചരണത്തിന് വന്നില്ല? എന്തുകൊണ്ട് ഇ പി ജയരാജൻ ചേലക്കരയിൽ പോയില്ല? എന്തുകൊണ്ട് ഇ പി ജയരാജൻ വയനാട് പോയില്ല? അപ്പോൾ ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഇ പി ജയരാജൻ ലക്ഷ്യമിട്ടത് ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഈ CPMനെ കണക്കിന് പ്രഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊടുക്കേണ്ട അടി കൊടുത്തു, ഇനി ഒരടി പിന്നോട്ട് നീങ്ങും. എന്നിട്ട് ആ ചർച്ച എല്ലാം കണ്ടിരുന്ന് രസിക്കുന്നുണ്ടാവും. ഇ പി ജയരാജനെ പോലെ ഇന്ന് ഈ ചർച്ചകൾ ആസ്വദിക്കുന്ന മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. ഇ പി ജയരാജനെ പോലെ നല്ല സുഖമായിട്ട് അദ്ദേഹം ഇരുന്ന് ആസ്വദിക്കുന്നുണ്ടാവും ഇത് മുഴുവൻ. എന്നിട്ട് നാളെ കഴിയുമ്പോഴത്തേക്ക് മറ്റൊന്നും ഇനി എന്തൊക്കെ ചെയ്താൽ പോലും, എന്ത് ചെയ്താൽ പോലും, ഞാൻ പറഞ്ഞല്ലോ MV രാഘവനും ഗൗരി അമ്മയ്ക്കും കിട്ടാത്ത ആനുകൂല്യം ഇ പി ജയരാജന് കിട്ടും. കാരണം അധോലോക സംഘത്തിനകത്ത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തവർക്ക് പരസ്പരം സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം ജയരാജൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ DC ബുക്സിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇ പി ജയരാജനെയും തമ്മിൽ എഗ്രിമെൻ്റ് ഒന്നുമില്ല, അത് താൻ അറിയാത്തൊരു സാധനം പ്രസിദ്ധീകരിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിവരമില്ലാതായിരിക്കണം. അത് വിശ്വസിക്കുന്ന തിരുമണ്ടന്മാരായി പോകണം. അതല്ലാത്തിടത്തോളം കാലം ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത്. ആ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. ശരി, ശ്രീ MJ ചന്ദ്രൻ, ഈ പുറത്തു വന്ന PDF വായിക്കുമ്പോൾ അതിൽ ജയരാജന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കുറിക്കുന്നുണ്ട്. അത് വലിയ പ്രസക്തമായ കാര്യങ്ങളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹത്തിൻ്റെ വെടിയേറ്റ സംഭവങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ജയരാജൻ തന്നെ എഴുതിയതാണ് എന്ന് അനുമാനിക്കുകയാണ് നമുക്ക് കഴിയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ടേ ഇല്ല എന്ന് ഇപ്പോഴും പറയുന്നു 24 മണിക്കൂറിന് ശേഷം. പക്ഷെ അദ്ദേഹം അതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനമൊക്കെ നടക്കുന്ന കാലമാണല്ലോ. അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്നറിയാം. അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരുടെ പേരുകൾ ഇങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുന്നുണ്ട്. MV രാഘവൻ മുതൽ MV ഗോവിന്ദൻ വരെയുള്ളവരുടെ ആ ക്രോണോളജിക്കൽ ഓർഡറിൽ പറയുന്നതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ ഒരുപാട് സീനിയറാണ് താൻ.
അവരെക്കാളൊക്കെ ഒരുപാട് മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഇത്തരത്തിൽ ഒരു എന്താണ് പറയുക, സയൻസ്, ചിഹ്നങ്ങൾ, അടയാളങ്ങൾ വളരെ സമർത്ഥമായി പൊതുമണ്ഡലത്തിലേക്ക് ഇട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് പൊതുമണ്ഡലത്തോടായിരിക്കില്ല, ഒരുപക്ഷെ പാർട്ടി അണികളോടായിരിക്കില്ലേ? അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കൊരു ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ഉള്ളതാണല്ലോ അജിംസെ. പക്ഷേ ഇന്നലെയും ഇന്നും ഇക്കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്തായിരുന്നു? ഈ വിഷയത്തിൽ പിന്നെ EP ജയരാജൻ പറയുന്നു DC-ക്ക് അങ്ങനെ താൻ പുസ്തകം കൊടുത്തിട്ടില്ല, പാർട്ടി അത് വിശ്വസിക്കുന്നു, അതാണ് പാർട്ടി അംഗീകരിക്കുന്നത് എന്ന് ഇന്നലെയും ഇന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അത് മാത്രമല്ല LDF കൺവീനർ പിന്നെ TP രാമകൃഷ്ണനും അതുതന്നെ ഇന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, EP ജയരാജൻ പറയുന്നത് പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് മറ്റൊരു അഭിപ്രായം ഇല്ല. അത് പാർട്ടി സെക്രട്ടറി LDF കൺവീനറും വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്നിട്ടും നമുക്ക് പിന്നെ സംശയമുണ്ട്. അതാണല്ലോ രാജു പി നായർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ EP ജയരാജൻ മണ്ടനാണെന്നോ അദ്ദേഹം നിഷ്കളങ്കനാണെന്നോ അതൊന്നും ചർച്ച ചെയ്യാനല്ലോ ഞാൻ ഈ ചർച്ചയിൽ വന്നത്. നമുക്ക് മുമ്പിലുള്ള വിഷയം EP ജയരാജൻ്റെ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ വെളിയിൽ വന്നതായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. ആ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റും അളക്കുന്ന പണിയൊന്നും എനിക്കില്ല. ഞാൻ അത്തരം കാര്യങ്ങൾക്ക് പോകാറുമില്ല, ഒരാളുടെയും. EP ജയരാജൻ ആരുടെയും പോകാറില്ല. പിന്നെ ഇത് ഈ ഓരോ പാർട്ടികളിലും അസംതൃപ്തർ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ EP ജയരാജന് CPM-മായി ബന്ധപ്പെട്ട് നേതൃത്വവുമായി ബന്ധപ്പെട്ട് അസംതൃപ്തി ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ അസംതൃപ്തി കോൺഗ്രസ്സിലില്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രമുഖ നേതാവ്, പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുള്ളതുകൊണ്ട്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാതിരുന്നപ്പോൾ ഉണ്ടായ മാനസികമായ വിക്ഷോഭം, അസ്വാസ്ഥ്യം ഒരു 2 ആഴ്ച കാലമെങ്കിലും നീണ്ടു നിന്നത് എനിക്കറിയാവുന്നതാണ്. പേരൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് കോൺഗ്രസ്സിനുണ്ടാക്കിയ പിന്നെ ഒരു 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 ഈ വലിയ ചലനങ്ങളില്ലെങ്കിലും ചെറു ചലനങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തം ഈ സീനിയോറിറ്റി കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് കോട്ടയം MLA ശ്രീ തിരുവഞ്ചൂർ പലപ്പോഴായി പരിഭവപ്പെട്ടിട്ടുള്ളത് എത്ര പ്രാവശ്യം ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്, മറ്റ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. എല്ലായിടത്തും തന്നെ അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരുടെ ഒരു നിര എല്ലാ പാർട്ടികളിലും എല്ലാ കാലത്തും ഉണ്ടാകും. അതൊന്നും തെറ്റുമല്ല. പാർട്ടികളുടെ പ്രവർത്തന പുരോഗതിയിൽ കാലം മുമ്പോട്ട് പോകുമല്ലേ, അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് എല്ലാ പാർട്ടികളിലും പതിവ്. അല്ലാതെ അത്തരക്കാരെ പുറത്താക്കിക്കൊണ്ടോ പിന്നെ അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ടോ അല്ല പോകുന്നത്. അത് സെറ്റിൽ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക? ആ സെറ്റിൽമെൻറ്റ് എല്ലാ പാർട്ടികളും നടത്തുന്നുണ്ട്. BJP-യിലില്ലേ? BJP-യിൽ 2014 ഫെബ്രുവരിയിൽ ഗോവയിൽ നാഷണൽ എക്സിക്യൂട്ടീവ് നടക്കുന്നു. അതുവരെ നാഷണൽ മീഡിയ മുഴുവൻ പറഞ്ഞ ആരാണ് അടുത്ത പ്രധാനമന്ത്രി? ലാൽകൃഷ്ണ അദ്വാനി എന്ന LK അദ്വാനി അല്ലേ? എന്തായിരുന്നു ഗോവയിലെ നാഷണൽ എക്സിക്യൂട്ടീവ് സംഭവിച്ചതെന്ന് ആർക്കാ അറിയാത്തത്? 4 ദിവസം നാഷണൽ എക്സിക്യൂട്ടീവ്, അവസാനം പുറത്ത് തീരുമാനം വരുമ്പോൾ നരേന്ദ്രമോദി പുതിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലേ? അതിനുശേഷം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടില്ലേ ശ്രീ അദ്വാനി ഇല്ലേ? ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. EP-ക്ക് ഒരുപക്ഷെ അസംതൃപ്തി ഉണ്ടായേക്കാം, ഇല്ലെന്നും പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ സ്ഥാപിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിനുള്ള അസംതൃപ്തിയായി ബന്ധപ്പെടുത്തിയല്ല ഇപ്പോഴത്തെ ചർച്ചയും പ്രശ്നങ്ങളും പുസ്തകത്തിൻ്റെ പ്രസാധനവും കാണേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് എനിക്ക് പറയാൻ എന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അദ്ദേഹം പാർട്ടിയുടെ അനുമതി വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീ രാജു പി നായർ പറയുന്നത് പോലെ പുസ്തകം എഴുതാനൊന്നും പാർട്ടിയുടെ അനുമതി വേണ്ട കേട്ടോ. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ അയാൾ CPM-ൻ്റെ മെമ്പറാണെങ്കിൽ ആരാണെങ്കിലും ശരി ആ പാർട്ടിയുടെ അനുമതി വേണം. പ്രസിദ്ധീകരിക്കണമെങ്കിൽ അതിനു മുൻപ് പാർട്ടിയുടെ രേഖാമൂലമുള്ള അനുമതി വാങ്ങിച്ചിരിക്കണം. അല്ലാതെ എഴുതാനൊന്നും പാർട്ടിയുടെ അനുമതിയൊന്നും പാർട്ടി പറഞ്ഞിട്ടേ ഇല്ല. അതിവിടെയും ബാധകമാണ്. അത് വാങ്ങിച്ചിട്ടില്ല ശ്രീ ജയരാജൻ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പുസ്തകം എഴുതി തീർന്നിട്ടില്ല, തീരാത്ത പുസ്തകത്തിന്മേലാണ് ചർച്ച. ഒരുപക്ഷെ ഈ പറഞ്ഞ പിന്നെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവങ്ങൾ, കൗമാരകാല അനുഭവങ്ങൾ, യൗവനകാല അനുഭവങ്ങൾ ഒക്കെ പലയിടത്തായിട്ട് വരുന്നത് കാണുന്നുണ്ടല്ലോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് സ്ഥാപിക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഞാൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമല്ല എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം പാർട്ടിയുടെ അംഗീകാരം വാങ്ങിയിട്ടില്ല പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്.
അങ്ങനെ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായാൽ അത് നടപടി വിളിച്ചു വരുത്തുന്നതിന് സമാനമാകും. അതാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ആ അഭിപ്രായം നിലനിർത്തുകയാണ് ഞാനിവിടെ. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഇ.പി. ജയരാജൻ്റെ അസംതൃപ്തി പൂർണ്ണമായിട്ട് മാറി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതുണ്ടാവും, ഏറിയും കുറഞ്ഞും ഉണ്ടാവുമെന്നേ. പക്ഷേ അദ്ദേഹം ഇന്ന് പാലക്കാട് വന്നു, എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? അതിന് മറുപടി ഇന്ന് പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പത്രസമ്മേളനത്തിൻ്റെ അവസാനത്തെ അവർ രണ്ടുപേരും എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ സുരേഷ് ബാബു പറയുകയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, പക്ഷേ ഇവിടെ വന്നത് EP മാത്രമേ ഉള്ളൂ കേട്ടോ. അദ്ദേഹം പറയുകയാണ് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ EP വരില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ EP അവിടെ വരില്ലായിരുന്നു. നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യമാണല്ലോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ സന്ദർശനമൊക്കെ. അല്ല, ഞാനതല്ല പറഞ്ഞ അജിംസെ. ഞാൻ പറഞ്ഞത് ഈ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞൊരു വാചകം, അവസാനത്തെ വാചകം അതായിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൻ്റെ. EP മാത്രമേ വന്നുള്ളൂ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ. ബാക്കി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്താ വരാത്തതെന്ന് അജിംസ് ചോദിച്ചിട്ടുണ്ടോ ഈ ചർച്ചയിൽ? അല്ല, അത് വരാത്തതെന്ന് അങ്ങനെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് വളരെ പൊടുന്നനെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു സന്ദർശനമായിട്ടാണ് നാട്ടുകാർക്ക് തോന്നുക. ഏതാ ഇത് വളരെ പൊടുന്നനെ ഇന്നലത്തെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. അല്ല, അത് ആയിക്കോട്ടെന്നേ. ഞാൻ നാട്ടുകാർ തോന്നിക്കോട്ടെ. അതെ, നാട്ടുകാർക്ക് തോന്നിക്കോട്ടെ, താങ്കൾക്കും അങ്ങനെ തോന്നിക്കോട്ടെ, രാജു പി നായർക്കും തോന്നിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ ബാക്കിയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊന്നും അവിടെ വന്നില്ലല്ലോ എന്നൊരു പരാമർശം പോലും വന്നില്ല. പക്ഷെ EP വന്നതിനാണ് പ്രശ്നം. അത് പാർട്ടി അദ്ദേഹം സരിന് വേണ്ടി ഓട്ടം വരുന്നു. സരിനെ എങ്ങനെയാണ് പുകഴ്ത്തുന്നത്? അദ്ദേഹം ഒരു പ്രതിഭയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ എന്ത് പ്രതിഭയാണ് സരിൻ തെളിയിച്ചിട്ടുള്ളത്? പ്രതിഭയാണെന്ന് മാത്രമല്ലല്ലോ, അതിനേക്കാളും നല്ല മനോഹരമായ വാചകങ്ങളല്ലേ അദ്ദേഹം അവിടെ പറഞ്ഞത്, അല്ലേ? അതിമനോഹരമായ സരിനൊരു പ്രതിഭയാണെങ്കിൽ പറഞ്ഞില്ലേ? അത് പാർട്ടി നോക്കൂ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ പറയിപ്പിക്കണമെന്നേ. കാര്യം പാർട്ടിയുടെ സ്വത്താണല്ലോ. ജയേന്ദ്രൻ, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. അദ്ദേഹം ഒരു പ്രതിഭയാണെങ്കിൽ അത് 3 ആഴ്ച കൊണ്ടുണ്ടായ ഒരു പ്രതിഭയല്ലല്ലോ. അതിനു മുമ്പ് കോൺഗ്രസിൽ ഇരുന്നുകൊണ്ട് KPCCയുടെ സോഷ്യൽ മീഡിയ ഇൻചാർജ് ആയിരിക്കെ പിണറായി വിജയനെയും പാർട്ടിയെയും ഒന്നടങ്കം ഭർഷിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം നടത്തുമ്പോഴും അദ്ദേഹം പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിക്കപ്പെട്ടത് എവിടെയാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അജിംസെ, ഞാൻ ഒരൊറ്റ വാചകം പറഞ്ഞോട്ടെ ഇതിനകത്തിടയ്ക്ക്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ രാജു പി നായർ. എന്താണ് ജയേന്ദ്ര മാഷ, ഒരൊറ്റ വാചകം ഞാൻ പറഞ്ഞു തീർത്തോളാം. ഒരൊറ്റ വാചകം. 15 ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യർ നേരത്തെ എടുത്ത നിലപാടെടുത്തിരുന്നെങ്കിൽ പ്രതിഭ സന്ദീപ് വാര്യരാവുമായിരുന്നു. അത്രേ ഉള്ളൂ പ്രശ്നം. ശരി, ഓക്കെ, അത്രേ ഉള്ളൂ പ്രശ്നം. ശരി, 2 ആഴ്ചക്ക് മുമ്പ് സന്ദീപ് വാര്യർ എടുത്ത നിലപാട് ഒരല്പം കൂടി നേരത്തെ എടുത്തെങ്കിൽ പ്രതിഭ സന്ദീപ് വാര്യരാവുമായിരുന്നു. ശരി, ജയേന്ദ്രൻ പൂർത്തിയാക്കൂ. ജയേന്ദ്രൻ പ്ലീസ്. അല്ല, അതിലൊന്നും ഒരു ഈ ഡിബേറ്റിംഗ് ഇഷ്യൂ അല്ലല്ലോ ശ്രീ രാജു പി നായർ. ഇത് പാർലമെന്ററി ഡെമോക്രസിയാണ്. പാർലമെന്ററി ഡെമോക്രസിയിൽ അതത് പാർട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണെങ്കിൽ പിന്നെ അത് വിശദീകരിക്കുന്ന കാര്യം അവർക്ക് തന്നെ ഉള്ളതാണ്. അത് അവർ വിശദീകരിച്ചോളും. അതിനകത്ത് നമ്മൾക്ക് ആവശ്യമില്ലാതെ ക്ലെയിം എടുക്കേണ്ട കാര്യമില്ല. ശരി, ശ്രീ ഷാജി രാഘവൻ, അതിനകത്ത് കാര്യം അവർക്ക് വിട്ടേക്കുക, അത് അവർ വിശദീകരിക്കട്ടെ. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇവിടെ ഈ EP-യെ കുറിച്ച് BJPയുടെ ഒരു മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹം BJPയിലേക്ക് വരാൻ സന്നദ്ധനായിരുന്നു. കണ്ണൂരിൽ നിന്നൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹം എത്തിയേനെ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ അത് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ BJP അവരുടെ ആ ക്ലെയിം ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അല്ല, EP ജയരാജൻ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കി വരുന്നതല്ല ഉള്ളൂ. ഇവിടെ നോക്കൂ, ജയചന്ദ്രൻ മാഷ് ആ പാർട്ടിയുടെ CPM-ൻ്റെ പ്രതിസന്ധിയെ പ്രതിരോധിക്കാനും വിശദീകരിക്കാനും സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടുക. അദ്ദേഹം വലിയ ബുദ്ധിമുട്ടുകയാണ് ശരിക്കും. ഞാൻ ആദ്യം ആവർത്തിച്ച ഒരിക്കൽ കൂടെ പറയാൻ ഞാൻ വീണ്ടും ആഗ്രഹിക്കുക. കാരണം ആത്മകഥയുടെ പേരിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യം ശ്രീ EP ജയരാജൻ അദ്ദേഹം പുറത്തു പറയാൻ വേണ്ടി ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, അദ്ദേഹം ഇന്നിപ്പോൾ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി കൂടെ അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇത് പുറത്ത് പറയണമെന്ന് കരുതി വച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യം, അത് പുറത്ത് വന്ന സമയം, ആ സമയം തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ശ്രീ ജയരാജൻ എത്ര കണ്ട് പങ്കുണ്ടെന്നറിയില്ല. അഥവാ അദ്ദേഹത്തിന് പങ്കുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം മാത്രമല്ല അതിൻ്റെ പിന്നിൽ
മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ന്റെ നേതാക്കൾക്കുണ്ട് എന്നുള്ള ആരോപണമാണ്. ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായ ബിജെപിയുടെ മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രനുമായി നിരന്തരം ചർച്ച നടത്തിയയാൾ ഇങ്ങനെ ഒരു ആരോപണം നടത്തുമ്പോൾ അതിന് പിന്നിൽ BJP ആണെന്ന് സംശയിക്കാമല്ലോ. അല്ല, ഇന്നിപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ലേ UDF-ന്. കാരണം രാഷ്ട്രീയമായിട്ട് അവർക്ക് പാലക്കാട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാമെന്നുള്ളത് ഒരു വശത്ത്, മറ്റൊരു വശത്ത് ഇപ്പോൾ MM ഹസൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞില്ലേ. ആദ്യം MM ഹസൻ ക്ഷണിച്ചു, മറുപടി പറയട്ടെ. പരസ്യമായിട്ട് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇന്നൊരു സംഭവ വികാസം ഉണ്ടായി മണിക്കൂറുകൾക്കകം കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് കോൺഗ്രസിലെ സംഘടനാ നേതാവാണല്ലോ. ശോഭാ സുരേന്ദ്രൻ തെളിവ് സഹിതം ഈ വിഷയം ഉന്നയിക്കുന്നു, അതിന് BJP തൊടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, അത് ഞാൻ പറഞ്ഞത് EP ജയരാജൻ തീരുമാനിച്ചോട്ടെ എന്നേ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ക്ഷണം ഇന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉരുത്തിരിയുകയും അതിന് സാഹചര്യം സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ UDF ഉണ്ടെന്ന് ഞങ്ങൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് നിർത്തി തന്നെയാണ് ഞങ്ങൾ MM ഹസൻ്റെ അദ്ദേഹത്തിൻ്റെ EP ജയരാജനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ക്ഷണത്തെയും ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. EP ജയരാജൻ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, EP ജയരാജൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പുറത്തു വന്ന സമയം അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ആരോപിക്കുന്നത്. ശരി, ആ ഗൂഢാലോചനയാകും പോലീസ് അന്വേഷിക്കുക. പോലീസിന് മൊഴി കൊടുക്കുമ്പോൾ EP ജയരാജൻ ഈ ഗൂഢാലോചന അന്വേഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് CPM-ൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, EP ജയരാജൻ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. വളരെ നന്ദി.